അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന റിക്വസ്റ്റ് ചെയ്യണം കോഴിക്കാൻ്റെ ബിരിയാണി റെസിപ്പി വേണമെന്ന്. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ബിരിയാണി എന്നാക്കാമെന്ന് വിചാരിച്ച്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ കുക്ക് ചെയ്യാൻ നിൽക്കാവൂ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. ഇതിനാദ്യം വേണ്ടത് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി അതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1 കിലോ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം ഉള്ളി എടുത്തിട്ട് നല്ല സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. കൂടെ 200 ഗ്രാം തക്കാളി, ഒരു 100 ഗ്രാം മല്ലിയും പുതിനയും, ഒരു മീഡിയം സൈസ് ക്യാരറ്റും കൂടി അരിഞ്ഞു വെക്കണം. ഇനി പച്ചമുളക് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിലിട്ടിട്ട് നല്ലോണം ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ പച്ചമുളക് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഒരു 5-6 പീസ് പച്ചമുളകാണ് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇനി ഒരു 50 ഗ്രാം കറിവേപ്പിലയും കൂടിയും വേണം. പിന്നെ ഇതിന് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി എടുത്ത് ഓൾറെഡി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കുന്നതിൽ കാണിച്ചിട്ടില്ല. ഇനി അഥവാ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയും കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൊത്തത്തിലുള്ള അളവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് നമ്മളിവിടെ റെഡിയാക്കിക്ക്. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ, ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ പൊരിക്കുന്നേരം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിതൊരു ഹാഫ് വേവിലേ പൊരിച്ചെടുക്കേണ്ടിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബാക്കി നമ്മൾ മസാല ഉണ്ടാക്കുന്നേരം അതിൽ കൂടി നമുക്കിത് വെന്ത് കിട്ടും. മാത്രമല്ല അധികം പൊരിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടൂല. അപ്പോൾ ചിക്കൻ പൊരിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചോറിന് വേണ്ട അരി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 2.5 കപ്പ് ജീരകശാല അരിയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴുകിയിട്ട് ഊറ്റാൻ വെക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയിൽ നിന്ന് ഒരു 3/4 ഭാഗം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള തക്കാളി മൊത്തം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതും സ്ലൈസായി അരിഞ്ഞത്. ഇനി ഒരു 1/4 ഭാഗം ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു 2-3 ബഞ്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കൂടെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മല്ലിച്ചപ്പും പുതിനയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ സിർക്കയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും. ഇനി നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് ബാക്കിയുള്ള ഓയിലില്ലേ അതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിംഗ് ആണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി അതിൽ ഒഴിച്ചെടുത്തിട്ട് ഒരു 3 വിസിൽ ഇത് വേവിച്ചെടുക്കണം. ഇനി അതവിടെ അടുപ്പത്ത് നിന്ന് വേവട്ടെ. നമുക്ക് അപ്പഴത്തേക്ക് ചോറുണ്ടാക്കിയെടുക്കാം. ചോറുണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പെല്ലാം പൊരിച്ചെടുക്കാം. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചോറും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചോറുണ്ടാക്കാനും ഉള്ളി പൊരിക്കാനും കൂടെ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയിൽ നിന്ന് ഒരു പകുതി ഭാഗവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ ഒരു ബഞ്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ബ്രൗൺ കളറായാൽ പൊരിച്ച് മാറ്റി വെക്കുക. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരി പൊരിച്ചെടുക്കാം. അത് പൊരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടിയും പൊരിച്ച് മാറ്റി വെക്കണം. ഇതാണ് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെയിം എണ്ണയിലേക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളതിൽ കുറച്ച് ഉള്ളി ബാക്കിയില്ലേ അത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. 2 പച്ചമുളകും മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ക്യാരറ്റിൽ നിന്ന് ഒരു പകുതിയും കൂടിയില്ലേ യൂസ് ചെയ്യുക. കൂടെ ബിരിയാണി മസാലാസും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തിളക്കാൻ വെക്കാം. ഇനി അത് തിളച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടായാലും നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. മൂടി വെക്കുന്നതിന് മുന്നേ ഉപ്പിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്താളാ. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് വെക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി വെള്ളം വറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. പിന്നെ ഓരോ അരിക്കും ഓരോ കണക്കായിരിക്കും വേവാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ജീരകശാല യൂസ് ചെയ്തുകൊണ്ട് എനിക്കിവിടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 20 മിനിറ്റാണ് കിട്ടിയത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇഞ്ച റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതൊരു കയ്യിലെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ നമ്മളെ റൈസിൻ്റെ പരിപാടി ഇവിടെ കഴിയും. ഇനി അത് മൂടി വെച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ 3 വിസിലിന് വേവിക്കാൻ വെച്ച മസാല ഇല്ലേനോ അത് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളി വാട്ടിയിട്ടാണല്ലോ ബിരിയാണി വെക്കുക. പക്ഷേ ഞാനിത് കുക്കറിൽ ഇട്ടതിന് കാരണം എന്ന് വെച്ചാൽ ഉള്ളി നല്ലോണം വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി ഉടഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ബിരിയാണിക്ക് മസാലയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കുക്കറിലിട്ടിട്ട് ഇങ്ങനെ ആക്കി എടുത്തത്. ഇനി നമുക്കിത് മസാല
ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ചെമ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ദമ്മിടേണ്ടതും സെയിം ചെമ്പിലേക്കാണ്. ഇനി ചെമ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും 2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ വീതം ഉപ്പും ഗരം മസാലയും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കാം. അത് നല്ലോണം ഇളക്കിയിട്ട് മസാലേൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി സെറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. പിന്നെ നിർബന്ധമൊന്നുമില്ല ആഡ് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഒരു 2-3 മിനിറ്റ് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ചിക്കൻ്റെ ഫ്ലേവർ എല്ലാം അതിലേക്കൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അത് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പൊതിനയും മല്ലിച്ചപ്പും കൂടിയും വിതറി കൊടുത്തിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയില്ലേ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദമ്മിടുന്ന പരിപാടിയിലേക്ക് പോവാം. അതിനാദ്യം നമുക്ക് ചോറൊന്ന് നല്ലോണം മറിച്ചിട്ടിട്ട് നല്ല സെറ്റാക്കി എടുക്കണം. അത് സെറ്റാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കട്ട കുടുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാവുമ്പോൾ നമുക്ക് കോരിയിടാനും വിളമ്പാനും എളുപ്പമായിരിക്കും, കാണാനും ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ദമ്മിടേണ്ട മെയിൻ പ്രിപ്പറേഷൻ നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇല്ലേ അതിലേക്ക് ബാലൻസ് ഉള്ള മല്ലിച്ചപ്പും പൊതിന ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ബാക്കിയുള്ള ക്യാരറ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെച്ചോ. ഇനി ബിരിയാണിക്ക് ലേശം കളർ വേണമെങ്കിൽ നമുക്ക് കളർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളറും പിന്നെ 3-4 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കലക്കിയിട്ട് സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നെയ്യും കൂടിയാണ് വേണ്ടത്. അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയ ചെമ്പിലേക്ക് നമുക്ക് ദമ്മിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയ ചെമ്പെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ചോറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ലെയറായിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചോറിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഉള്ളിയും അണ്ടിപ്പരിപ്പിൻ്റെ മിക്സെല്ലാം വിതറി കൊടുത്തിട്ട് അതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഫുഡ് കളറും ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരു ലെയറും കൂടി സെറ്റ് ചെയ്യുക. ആദ്യം ചോറിടുക, എന്നിട്ട് ഉള്ളിൻ്റെ മിക്സ് ഇടുക, എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടായാൽ നമ്മളെ ദമ്മിടൽ പരിപാടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ദമ്മിൻ്റെ മേലെ ഒരു കണൽ വെക്കുന്ന പരിപാടി ഉണ്ട്. ശരിക്കുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മൂടിൻ്റെ മേലെ തീൻ്റെ കണൽ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ദമ്മിട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാറ്. എൻ്റെ അടുത്ത് ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് സെറ്റാക്കിയെടുത്തത്. ഗ്യാസ് മേലെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതും കൂടായാൽ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി. ഇനി അത് സെർവ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം റൈസ് എടുത്തിട്ട് മേലെ നിന്ന് നല്ലോണം ഒന്ന് കുഴച്ച് സെറ്റാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാം. കുറച്ച് റൈസ് ആ മസാലയിൽ തന്നെ നിന്നോട്ടെ. ഇനിയിപ്പോൾ ഈ ചിക്കൻ്റെ മസാലയും ബാക്കിയുള്ള ഈ റൈസും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു മസാലേൻ്റെ പരുവത്തിലാക്കിയിട്ട് നമുക്കിത് എടുക്കണം. ഇനിയിപ്പോൾ എന്താ ഉള്ളേ? ചോറെടുക്കുക, അതിലേക്ക് മസാല ഇട ചെയ്യുക, എന്നിട്ട് കഴിക്കുക. അപ്പം നമ്മളെ ബിരിയാണി തിന്നേണ്ട ശരിയായ രീതി എന്താണെന്ന് വെച്ചാൽ കുറച്ച് തൈര് എടുക്കുക, കുറച്ച് അച്ചാറെടുക്കുക, എന്നിട്ട് മസാലയും കൂട്ടിയിട്ട് തിന്നുക. അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പി പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഫ്രം കോയസ് റെസിപ്പി.